ഒന്ന് വെയിറ്റ് ചെയ്യണേ. പിന്നെ പോയിട്ട് വേണം ഇനി അടുത്ത്. ആര് മക്കള് ഏതാണ് കൂതറാ ഇരുവരല്ലായിരിക്കും സുഹാസിനി ആ തന്നെ തന്നെ ഇത് തന്നെ. ആ മാഡത്തിനെ ഒന്ന് കാണാൻ പറ്റും? അമ്മ എന്തിര് അമ്മീ കാണാൻ പറ്റൂലേ? എന്നെ മനസ്സിലായില്ലേ? ഇല്ല ഇല്ല. ഞാൻ കോരയാണ്. എന്തൊരു കോരന് ഇവിടെ ഒന്നും ഇല്ലല്ലോ കോരായി. അതല്ല എന്റെ പേര് കോര. കോര കിഴക്കേടം. ഓ കോര. അതായത് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ അറിയപ്പെടുന്നത് നന്മത്തൈ എന്നാണ്. നന്മത്തയ്യാ? ആ ആന്തരതൈ? അതായത് ഭയങ്കര ഫേമസ് ആണ് ഞാൻ. ഈ കോര കേരളം ഒന്ന് സെർച്ച് ചെയ്താൽ എന്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. കോര കേരളോ? അതെന്തൊരു കേരളം? കോര കേരളം അല്ല മാഡം, കോര കേരളം. കോവളത്തിന്റെ കോ. ഓ കോര കേരളം. അല്ല അമ്മ കൊച്ചമണിയുടെ കോ. ഓ കോര കേരളം തന്നെ തന്നെ. ഓ മാഡങ്ങള് കൊള്ളാം. നമ്മുടെ വീട്ടിൽ കയറി വന്നിട്ട് നമ്മളാരാന്ന്? പിന്നെ കോരേ, ഇത് ചന്ദ്രഹാസം വീട്. നിങ്ങൾ പറഞ്ഞ സുഹാസിനി ഉണ്ടല്ലോ, അക്കൻ കുറച്ചു നാളായിട്ട് ഇവിടെ കൊണ്ട് താമസിക്കുന്നു. അത്രേ ഉള്ളു. വാ പോയാലോ? പോവാ. അപ്പൊ ശരി എന്നാ. അല്ല അതെ ഒന്ന് നിക്കണേ. സമയമില്ല. ആരെവിടെ? എന്താ കാര്യം? ഹായ് മാഡം, ഞാൻ കോര. കോര കിഴക്കേടം. ഇന്നലെ വിളിച്ചിരുന്നു. ഓ ഇവിടെ വന്നപ്പോ ആ കൺഫ്യൂഷൻ ആയിപ്പോയി. എന്ത് കൺഫ്യൂഷൻ? ഇവിടെ നിന്ന് ഇപ്പൊ ഇറങ്ങിപ്പോയ മാഡങ്ങൾ ആരാണ് മാഡം? അത് ഒന്ന് സ്വരൂപി ഒന്ന് കൊച്ചമണി. ആണാ? അവര് പറഞ്ഞ് ചന്ദ്രഹാസ് അവരുടെ വീടാണെന്നും സുഹാസിനി മാഡം ഇവിടെ വാടകയ്ക്ക് താമസിക്കുകയാണെന്ന്. അയ്യോ കേട്ടോടാ മുത്തു. പറയട്ടെ കൊച്ചമ്മ, ഓരോരുത്തരുടെ ആഗ്രഹങ്ങളല്ലേ. അയ്യോ എന്റെ പൊന്നു കൊച്ചനെ, ആ ഇറങ്ങി പോയതേ എന്റെ ഇളയ മരുമോളും അവിടെ തള്ളയോ. മരുമോളായിരുന്ന? അതെ. അതാണ് ഈ വർത്തമാനം പറഞ്ഞത്. മാഡമാണ് മരുമക്കളെ ഇങ്ങനെ വഷളാക്കണത്. അയ്യോ അത് ശരി, ഞാൻ എന്താ ചെയ്തത്? അതിരിക്കട്ടെ, ഇയാൾ എനിക്ക് നല്ല മുഖപരിചയം. ഇവിടെ താമസം? ഞാൻ വെടിവെച്ചാങ്കോല്. വെടിവെച്ചോല്ലൂന്നാ? അല്ല വെടിവെച്ചോല്ലൂന്നല്ല, വെടിവെച്ചാങ്കോല് നെയ്യാറ്റിങ്കര. ആ നെയ്യാറ്റിങ്കര. ശരിക്കും സ്ഥലം പത്തനാപുരമാണ്. അത് ശരി. നമുക്ക് അകത്തിന് സംസാരിക്കാം. വരണം അതിന് സംസാരിക്കാം. വരണം. അയ്യോ താറ വീടറാ എന്തോ. എന്നാലും മാഡത്തിന്റെ മരുമോള് കൊച്ച് അങ്ങനെ പറഞ്ഞത് എനിക്ക് ഭയങ്കര വിഷമമായി. അതൊക്കെ പോട്ടെ, താൻ വന്ന കാര്യം ആദ്യം പറ. ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം മാഡത്തിനോട് സംസാരിക്കാനാണ് വന്നത്. എന്താണ്? മാഡത്തിന് കുടിക്കാൻ ചായയോ അതോ കാപ്പിയോ? അത് ശരി. മാഡത്തിന് കുടിക്കാൻ ചായയോ കാപ്പിയോ? അല്ല നിങ്ങൾക്ക് എന്താ വേണ്ടത്? ചായയോ കാപ്പിയോ എന്താ വേണ്ടേ? ഏതായാലും മതി. അപ്പൊ ചായ എടുക്കാം. ഓ അയ്യോ മാഡത്തിന് അറിയാം, ഇന്നത്തെ കാലത്ത് സ്വന്തം മക്കള് പോലും അച്ഛനമ്മമാരെ സ്വത്തിന് വേണ്ടി പെരുവഴിയിൽ ഉപേക്ഷിക്കുന്ന ഒരു കാലഘട്ടം. എത്ര കേസുകൾ എന്റെ മുമ്പിൽ കിടക്കുന്നു. അല്ല എനിക്ക് മനസ്സിലായില്ല, നിങ്ങൾ വക്കീലാ? വക്കീലല്ല, ഞാനൊരു ചാരിറ്റി പ്രവർത്തകനാണ്. ഈ ഒരു ഗതിയും പരഗതിയില്ലാത്ത വൃദ്ധജനങ്ങൾക്കായിട്ട് സ്വന്തം ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു സാധു തൈ, നന്മ തൈ. നന്മ തയ്യോ? അതെന്തോന്ന് തൈ? അതല്ല, എവിടെ തിരിഞ്ഞാലും ഈ പൂത്ത നന്മ മരങ്ങളുടെ ഒരു കാലഘട്ടമാണല്ലോ. ഓഹോ. അതുകൊണ്ട് വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നന്മ തൈ എന്നാക്കിയിട്ടുണ്ട്. അല്ല എന്താണ് ഈ തൈയുടെ പരിപാടി? ഇപ്പൊ നട്ടതേ ഉള്ളൂ. ഇനി സുഹാസിനെ മേഡത്തിനെ പോലുള്ള ഒരു വെള്ളവും വളവും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ വളരും ഈ നന്മ തൈ. വളർന്ന് വലിയൊരു യമണ്ടം വൃക്ഷമായിട്ട് മാറും. അതാണ് സംഗതി. അല്ല ഈ വളം എന്നൊക്കെ പറഞ്ഞാൽ തൽക്കാലം 1-2 ചാക്ക് വളമൊക്കെ ഞാൻ വാങ്ങിച്ചു തരാം. വളോ? ഏത് വളം? ഏത് വളോ? മേഡം ഈ വെള്ളവും വളവും എന്നൊക്കെ ഞാൻ ആലങ്കാരികമായിട്ട് പറഞ്ഞതേ ഉള്ളൂ, മനസ്സിലായില്ലേ? അതായത് ഒരു വൃദ്ധത്തൊട്ടിൽ സ്ഥാപിക്കണം. വൃദ്ധത്തൊട്ടില്? അതാണ് എന്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം. അതായത് അച്ഛനമ്മമാരെ ഉപേക്ഷിക്കുന്ന മക്കൾക്ക് ഇവിടെ വന്ന് ഉപേക്ഷിക്കാനുള്ള സൗകര്യമുണ്ട്. ഉണ്ട്. അത് മാത്രമല്ല മാഡം, പിന്നെ മരിക്കുന്നത് വരെ ഇവരെ പരിപാലിക്കാൻ ഒരു മന്ദിരം. അതാണ് ഈ നമ്മുടെ ഈ നന്മത്തയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഈ നമ്മുടെ ഈ സ്ഥാപനത്തിലെ അഡ്വാൻസ് ആയിട്ട് റൂം ബുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതൊക്കെ ഉണ്ടെന്ന്. അപ്പൊ പിരിവാണ് സംഭവം. ശരി, അതാണ്. അപ്പൊ ഒരു കാര്യം ചെയ്താട്ടെ, ചെറുതായിട്ട് എന്തെങ്കിലും ഒന്ന് എന്റെ പേരിൽ എഴുതിക്കോ. അതായത് അത് അല്ല അത് മതി. ചെറുതായിട്ട് മതി. മതി. വലിയ തെളിച്ചം വേണമെന്നില്ല. പിരിവിന്റെ ഒക്കെ ഓരോ കാര്യങ്ങളെ ചെറുതായിട്ട് ചെയ്ത്. ഐശ്വര്യ എന്ത് വെച്ചമ്മ? അയ്യോ എന്തോന്നാ എഴുതിയിരിക്കുന്നത്? ഒന്നും കാണാൻ വയ്യ. ചെറുതായിട്ട് ചെയ്തിട്ടുള്ളൂ. അല്ല മനസ്സിലായതോ? എന്തോന്ന്?
ഇത് എനിക്കും വായിക്കാൻ പറ്റും. ഇത് എന്തോന്ന്? അല്ല, ചെറുതായിട്ട് എഴുതാൻ പറഞ്ഞോണ്ട് അത്ര എഴുതുന്നത്. അയ്യോ, വലുതായിട്ട് എഴുതാൻ പറഞ്ഞ 2-3 പേപ്പർ വേണ്ടി വന്നേനല്ലേ. ഇത് എത്ര രൂപ? 1,00,000 രൂപയുള്ള മാഡം. 1,00,000 രൂപയോ? 1,00,000. ആ അതെ. അയ്യോ എന്റെ പൊന്നു കുഞ്ഞേ, വേണ്ടേ അത് ഇങ്ങോട്ട് വാങ്ങിച്ചിട്ടേ ഒരു 250 രൂപ എഴുതിക്കൊണ്ടോട്ടെ. 250 രൂപ? അതൊക്കെ ധാരാളം മതി. എന്റെ പൊന്നു മേഡം, ഇപ്പം 1 കിലോ മത്തിക്ക് 300 രൂപ ഉണ്ട്. മത്തി കഴിക്കാത്ത വൃത്തിയെ നീ നോക്കിയാ മതി. അതെ. മേഡം ഇത് കൊണ്ടൊന്നും എനിക്ക് ആവൂല മേഡം. അത് ശരി, എനിക്ക് ഇത്രേ പറ്റൂ. സുഹാസിനി മേഡം, ഓ മേഡം ഒരു കാര്യം മനസ്സിലാക്കണം. വയസ്സാം കാലത്ത് സുഹാസിനി മേഡത്തിനെ നോക്കാൻ സ്വന്തം മക്കള് അല്ലെങ്കിൽ മരുമക്കള് ആര് കൂടെ ഉണ്ടാവുന്ന മേഡം ഒന്ന് ആലോചിച്ച് നോക്കും. ആലോചിച്ചിട്ടുണ്ടോ? റീതിങ്ക് ചെയ്ത് നോക്കും മേഡം. തൽക്കാലം മേഡത്തിന് ഇപ്പൊ പൈസയൊക്കെ ഉള്ളതുകൊണ്ട് ഇതുപോലുള്ള ആളുകളെ കൂടെ നിർത്താൻ പറ്റും. പക്ഷെ സ്വന്തം മക്കള് ആരൊക്കെ ഉണ്ടാവുന്ന മേഡം ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പൊ അറിയാം മേഡത്തിന് സ്വന്തം മക്കളുടെ യഥാർത്ഥ സ്നേഹം. എന്തായാലും ഞാൻ ഒരു നന്മ തൈ ആയ സ്ഥിതിക്ക് വളർന്ന് പന്തലിച്ച് വലിയൊരു വൃക്ഷമായിട്ടേ മാറും. ആ റെസിപ്റ്റില് എന്റെ നമ്പർ ഉണ്ട്. മാഡത്തിന് എന്തെങ്കിലും ചിന്ത മാറ്റം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഡീറ്റെയിൽസ് ഉണ്ട്. ചിലപ്പോ മാറും, പറയാനൊക്കത്തില്ലല്ലോ മനുഷ്യന്റെ കാര്യം. മാറണം. അതെ. ശരി നന്മത്ത. നീ എന്റെ കൂടെ ഓരോ നന്മത്തൈകൾ. അല്ല കൊച്ചമ്മ, ആ നന്മത്തൈ പറഞ്ഞതിലും കാര്യമില്ലേ? അങ്ങനെ അല്ല, മരുമക്കളുടെ കാര്യം പോട്ടെ. പക്ഷെ മക്കള് ഇതുപോലെ നോക്കാതെ വല്ലതും ഇരിക്കുന്ന അവസ്ഥ വന്നാലോ? ഞാനും അതിനെക്കുറിച്ച് സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ആലോചിക്കുന്നത്. ചോദിച്ചാ രണ്ടുപേരും മാറി മാറി പറയും, അയ്യോ എന്റെ അവസാന കാലം വരെ എന്റെ അമ്മ എന്റെ കൂടെ കാണുമെന്നും അല്ലെങ്കിൽ അമ്മയുടെ അവസാന കാലം വരെ ഞാനമ്മയെ നോക്കുമെന്നും പല രീതിയിൽ അവരങ്ങ് അവതരിപ്പിക്കും. ഇതൊക്കെ ദൈവത്തിന് മാത്രം അറിയാം. നീ കാണും എന്റെ കണ്ണട നിറം വരെ കൊച്ചമ്മ 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 എന്ന് പറഞ്ഞ് നടക്കാൻ. അത്ര തന്നെ. കൊച്ചമ്മ, നമുക്കതൊന്ന് പരീക്ഷിച്ച് നോക്കിയാലോ? പരീക്ഷിച്ചു നോക്കാലോ? അതെങ്ങനെ? അതായത് അത് കൊള്ളാവല്ലോടാ ബുദ്ധു. നിനക്ക് ഇത്രയും ബുദ്ധി ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അങ്ങനെ കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ കൊച്ചമ്മ, മാനേജർ മുഖേന ഇത് ചെയ്യാവും. കൊച്ചമ്മ അറിഞ്ഞതായിട്ട് ഭാവിക്കുകയും ചെയ്യരുത്. മനസ്സിലായ? ഇതൊരു റൂമറായിട്ട് കരുതിയാൽ മതി. അതായത് ആ മരുമക്കളുടെ റിയാക്ഷൻസ് നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ കാണാൻ പറ്റും. അത് നേരം മാനേജർ വരട്ടെ. മേഡം ഇന്ന് നേരത്തെ പോയല്ലേ? അമ്മ ഇന്ന് കമ്പനിയിൽ നിന്ന് കൊച്ചനെയും വന്നിരുന്നു. അപ്പൊ ആ കാറിൽ അങ്ങ് പോയി. ഈ പണിയൊക്കെ നമ്മുടെ മുത്തൂനെ ഏൽപ്പിച്ചാ പോരെ, അവൻ ചെയ്തോളും. എന്റെ ഉണ്ണിയേട്ട, ഇതൊക്കെ നമുക്ക് ചെയ്യാന്നുള്ള ജോലിയല്ലേ ഉള്ളൂ. അത് മാത്രമല്ല, ഇതൊക്കെ ഞാൻ തന്നെ വേണം ഒരു വെടിപ്പായിട്ട് ചെയ്യണം. അപ്പൊ ഇന്ന് മോന് വേറെ പരിപാടിയൊന്നും ഇല്ലല്ലേ? ഇന്ന് എന്റെ ഫ്രണ്ടിന്റെ ബ്രദറിന്റെ റിസപ്ഷൻ ഉണ്ട് നമ്മളെ റോയൽ പാലസിലെ. റോയൽ പാലസ് വെച്ച്. അപ്പം ഇന്ന് വരാൻ വൈകി അല്ലേ മോനെ? 8:30-9 വരും. വരുമല്ലേ? എന്നാ പിന്നെ പറയാം. അല്ല ഉണ്ണിയേട്ടാ, അല്ല പിന്നെ കാണാം. അല്ല എന്തെങ്കിലും വിശേഷമുണ്ടോ? വിശേഷം ഒന്നുമില്ല. അതല്ല, എന്തോ ഉണ്ട്. ഉണ്ണിയേട്ടനെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി. അല്ല ഒന്നുമില്ല. ഉണ്ണിയേട്ടൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. വക്കീലിന്റെ വീട്ടില് മറ്റൊരാവശ്യത്തിനായിട്ട് ഞാൻ പോയപ്പോഴാ ഈ ഞെട്ടിപ്പിക്കുന്ന വിവരം അറിയുന്നത്. അതെന്താ? ഞാൻ ഈ പറയുന്ന വിവരം മറ്റാരോടും പറയത്തില്ലെന്ന് എനിക്ക് ഉറപ്പ് തന്നാൽ, പ്രോമിസ് തന്നാൽ മാത്രം ഞാൻ പറയും. കാര്യം പറ. അതൊക്കെ ഉറപ്പ്. ഉണ്ണിയേട്ടൻ കാര്യം പറ. പ്രോമിസ് ആണല്ലോ. നമ്മുടെ കമ്പനിയും കമ്പനി ഷെയറുകളും മറ്റു സ്വത്തുക്കളെല്ലാം കൂടി സുഹാസിനി മാഡം ഇളയ മോന്റെ പേർക്ക് വിൽപത്രം എഴുതി വെച്ചിരിക്കുന്നു. അയ്യോ, ഇത്രയും കാലം സുഹാസിനി മാഡത്തിന്റെ വലം കൈയായിട്ട് പ്രവർത്തിച്ചത് ഈ മോനല്ലേ? അവനൊന്നും കൊടുക്കാതിരിക്കുകയെന്ന് വെച്ചാൽ എനിക്കത് സഹിക്കാൻ പറ്റിയല്ലോ വെച്ചാൽ. പക്ഷെ ഈ വിവരം ഞാൻ മുഖാന്തരം നിങ്ങൾ അറിഞ്ഞെന്ന് മറ്റൊരാൾ അറിയരുത്. വീണ്ടും ഞാൻ പറയുക. ഇല്ല, പറയൂ. ഉണ്ണിയേട്ടാ, ഈ കാര്യം അവനറിയോ? അറിഞ്ഞില്ല. കണ്ടോ, മണ്ണും ചാരി നിന്നാനേ പെണ്ണും കൊണ്ടൊക്കെ പോയി.
നിങ്ങൾ ഇവിടെ കാറും കഴുകി ഞാൻ വേണമെങ്കിൽ ഒരു ചൂലൂടെ എടുത്തുതരാം. ഈ മുറ്റവും തൂത്തോണ്ട് ഇവിടെ തന്നെ നിന്നോ. എന്റെ മോളെ എടുത്തോണ്ട് എന്റെ വീട്ടിലോട്ട് പോവാ. എഴുതി വെച്ചേക്കുന്നു ബിൽപത്രം. അല്ല കാറ് കഴിയുന്നില്ലേ? അത് ഞാൻ പിന്നെ കഴുകിക്കോളാം. മറ്റേ ഈ റിസപ്ഷന് പോകുന്നതോ? അത് ഞാൻ പൊക്കോളാം. അങ്ങോട്ട് മാറും. അത് ഞാൻ മാറാത്തേ കുഴപ്പമുള്ളൂ. അപ്പൊ കമ്പനിയും വീടും കമ്പനിയുടെ ഷെയറും എല്ലാം കൂടെ മൂത്ത മോന്റെ പേരിൽ എഴുതി വെച്ച് കൊടുത്തിരിക്കുന്നു. കേട്ടാ അമ്മ? അങ്ങനെയാണ് വിൽപ്പത്രത്തിൽ എഴുതിയിരിക്കുന്നത്. ഒരാള് കൊള്ളാല മാനേജ്. ഇവരെന്തൊരു പണിയാണ് ഈ കാണിക്കുന്നത്? അല്ല, ഈ ഇളയവന് ഇവര് പറ്റതല്ലേ? എന്തോ അതെ, ഒരു കാരണവശാലും നിങ്ങൾ ഈ വിവരം പറഞ്ഞതായിട്ട് ഭാവിക്കരുത്. ഭാവിക്കൂ താണ്ടേ. പിന്നെ എന്തൊരു കാര്യത്തിനാണ് നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് ഇത് വന്ന് പറഞ്ഞത്? അല്ല, അത് നിങ്ങൾ രണ്ടുപേരോടുള്ള ഒരു സ്നേഹബന്ധങ്ങളുടെ പുറത്ത്. സ്നേഹമൊക്കെ സ്നേഹം തന്നെ. പക്ഷെ നിങ്ങള് അവരുടെ ഭാഗത്തുള്ള ആളാണ്. നിങ്ങൾ നമ്മുടെ നോണ പറയണെങ്കിലാ. എന്തൊരു വർത്തമാനങ്ങളാണ് പറയുന്നത്? കൊച്ചമ്മണിയാണ് സത്യം. സത്യം സത്യമായിരിക്കും. പക്ഷെ എന്റെ മാടൻ തമ്പുരാൻ, ഇത് സത്യം ഉണ്ടെങ്കിൽ നമ്മൾ ഈ കട തുടങ്ങിയത് എന്ത് നന്നായി. സത്യം ആലോചിച്ച് നോക്കിയാണ്. അതിന്റെ അസൂയം കുശുമ്പൊക്കെ അവർക്കുണ്ട്. അതുകൊണ്ടല്ലേ എല്ലാം കൂടെ വാരി വലിച്ച് മൂത്ത മോന്റെ കയ്യിൽ വെച്ച് കൊടുത്തത്. ഇളയ മോന്റെ കാര്യമോ കഷ്ടം. പ്രതീക്ഷയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. അത് ഓർത്താരും വിഷമിക്കുന്നു വേണ്ട. എന്തിനാണ് നീ നോക്കണത്? ഈ നാട്ടിലെ കോടതിയില്ലേ, നിയമം ഇല്ലേ? പിന്നെ കേസുകൾ കൊടുക്കണം. കൊടുക്കും. ഈ കൊച്ചമ്മണി കൊടുക്കും. എവളെ കൊണ്ട് കൊടുപ്പിക്കണം. അങ്ങനെ തോപ്പിക്കാന്നൊന്നും ഒരാളും വിചാരിക്കണ്ട. ചന്ദ്രകാസം ആണെങ്കിൽ എന്തൊരു കുന്ദ്രാകാസം ആണെങ്കിൽ. അതെ, മാനേജർ അണ്ണന്റെ അടുത്ത് നമുക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടാ. ഈ കാര്യം നമ്മൾ ആരും പറയൂല. ഇല്ല. ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ ഇടവരെ പോയിട്ട് എവിടാ അത് ഞാനിപ്പോഴേ നേരെ ചന്ദ്രഹാസത്തിലോട്ട് പോകാം. അവരുടെ വാതൊക്കെ ചെന്ന് 4 വർത്താനം പറഞ്ഞാലാ? അയ്യോ, അങ്ങനെ പറയുന്നത്. അപ്പൊ അവര് വിചാരിക്കും ഞാനത് നിങ്ങളോട് പറഞ്ഞത്. ഇല്ല, അങ്ങനെ വിചാരിക്കൂല. ഞാൻ അവിടെ വെച്ച് പറയാല. മാനേജറെ നമ്മൾ കണ്ടിട്ടില്ല, നമ്മളോട് ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് പറയാം. അയ്യോ, അങ്ങനെയും പറയരുത്. അറിയാൻ പാടില്ലത്. വേണ്ട. എനിക്ക് എന്തെങ്കിലും അറിഞ്ഞ അപ്പ ചോദിച്ചില്ലെങ്കിൽ ഭയങ്കര ദണ്ണമാണ്. അയ്യ, അതിവിടെ വേണ്ട. പറയൂ. ഇല്ല, പറയൂല. ഓ, പറയൂല. അച്ചാറുമല്ലോ വേണ? അച്ചാറ് പിന്നെ അല്ല, വേണ്ട. പൊക്കോ. അല്ല, വേണ്ട. അവൻ ഓ, വണ്ടി എവിടെ ഇട്ടിരിക്കണ? വണ്ടി മേലെ. ഓ, ശരി. അപ്പൊ ശരി എന്നാ കേട്ടാ. താങ്ക്സ് ചേട്ടാ. അവ ശരിയെന്നാ. ശരി. ഓക്കെ. അയ്യോ, പാവല്ലേ അമ്മ. അന്ന് പറഞ്ഞു തന്നു നമുക്ക്. അയാള് പാവം ഇല്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. സ്വത്തിന് എന്തോ ചെയ്യും. എല്ലാം കൂടി മൂത്തവൻ എഴുതി കൊടുത്തേക്കണ്. ഞാൻ ഇപ്പൊ എന്ത് ചെയ്യണം? അത് ഇവിടെ ഒന്ന് ആലോചിച്ചാ മതി. അങ്ങോട്ട് പോ. അയ്യോ, ഉള്ളതല്ല ഇളയമോന്റെ ഇരുന്ന് പേപ്പർ വായിക്കണ കണ്ടില്ലേ? വായിക്ക. മണി 4 ഒരു ചായ കൊണ്ട് തരുവോ കൊച്ചേ? സുരഭിയോട് പറയുമ്പേ അവളിട്ട് തരും ചായ. ഓഹോ, നിനക്കെന്താ? അയ്യോ, എന്റെ കൈ ഫ്രീ അല്ല. എന്തോ നിന്റെ കൈക്ക് പറ്റിയത്? എനിക്ക് കുറെ തുണികൾ നനച്ചിടാനുണ്ട് റൂമില്. തുണികൾ നനച്ചിടാനുണ്ടെന്ന്. അത് നനയ്ക്ക് ഒരു ചായ ഇട്ടിട്ടോ ആദ്യം. പറ്റില്ലമ്മേ, എനിക്ക് പ്രശോഭേട്ടനല്ലേ വഴക്ക് പറയും ഇപ്പൊ തന്നെ നനച്ചിട്ടില്ലേ. അയ്യോ, പ്രശോഭേട്ടൻ നിന്നെ വഴക്ക് പറയുന്നു. അയ്യോ, അത് കണ്ടിട്ട് കത്താ മതിയായിരുന്നു എനിക്ക്. സുരഭി വരുന്നു, അവളിട്ട് തരും അമ്മയ്ക്ക് ചായ. എന്തോ പറഞ്ഞല്ല, കേട്ടില്ല. ചായ കുടിക്കാൻ സമയമായി, ചായ ഇടും. എന്നെ നോക്കി പേടിപ്പിക്കണ്ട, എനിക്കല്ല ചായ, അമ്മയ്ക്കാണ്. ആർക്കാണെങ്കിലും ചായ ഇടുന്നല്ല എന്റെ പണി. അതുപോലെ ഞാൻ ചായ ഇടും നിർത്തി. ഓഹോ, അതെന്ന് മുതലാ? ഇന്ന് മുതൽ ഉച്ചക്ക് 2 മണിക്ക്. 2 മണി മുതൽ. അല്ല, നിങ്ങക്ക് ചായ ഇട്ട് കൊടുത്ത എന്താ പ്രശ്നം? എനിക്ക് ഇഷ്ടം പോലെ തുണി നനച്ചിടാനുണ്ടായിരുന്നു. ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഞാൻ ചായ ഇട്ട് കൊടുക്കുമായിരുന്നു. അത് ചായ ഇട്ടിട്ട് തുണി കഴിക്കൂടെ? അതെനിക്ക് പറ്റത്തില്ല. വേണ്ടായേ, 2 പേരും ചായ ഉണ്ടാക്കി തരണ്ട. തൽക്കാലം ഒരു ചായ ഉണ്ടാക്കി കുടിക്കാനുള്ള ആരോഗ്യമൊക്കെ ദേ എനിക്കുണ്ട്. ദൈവം തമ്പുരാൻ തന്നിട്ടുണ്ട് കേട്ടോ. പോയി 2ഉം. അതാണ് നല്ലത്. അത് തന്നെ നല്ലത്. അത് തന്നെ ഞാനും പറഞ്ഞിരിക്കുന്നത്. നല്ലത് ഏതാ ചീത്ത ഏതാന്ന് ഞാൻ നോക്കിക്കോളാം. അമ്മയ്ക്ക് ഇത് തന്നെ വേണം. കണ്ടില്ലേ, ഗ്രഹണ സമയത്ത് നീർക്കോലിയും തലമുക്കി തുടങ്ങിയത്. എല്ലാം അവളുടെ കയ്യിലായില്ലേ, അനുഭവിക്കും.
ഞാൻ തുണി കഴുകിയിട്ടിട്ട് വരാം. ഓ ആ മുത്തുക്കിളി ചായ ആയിരുന്നു. ഓ എന്നാ ചെന്ന് കിളി. ഓ ഒരു ഭാഗത്ത് ദീർഘകൂലി വേറൊരു ഭാഗത്ത് മൂർഖൻ. പരമാനന്ദം. ശ്ശോ. കടുപ്പമുണ്ടോ? ഇപ്പൊ കടുപ്പം അത്ര പോരാ. രണ്ടുപേരും മക്കളെ. പക്ഷേ നമുക്ക് മക്കളുടെ ആറ്റിറ്റ്യൂഡ് കൂടെ ഒന്ന് അറിയണോടാ. ഉടനെ അറിയാം. എന്നിട്ട് ഞാൻ പറയാം. കൊറേ നേരമായല്ലോ നിങ്ങൾ ഈ നടപ്പ് തുടങ്ങിയിട്ട്. വിൽപത്രത്തിൽ അമ്മ എന്താ എഴുതി വെച്ചിരിക്കുന്നത് എന്നുള്ളത് എന്തായാലും അറിഞ്ഞേ പറ്റൂ. നീ എന്താ അമ്മ ചോദിച്ചപ്പം ചായ ഇട്ട് കൊടുക്കാത്ത? അതല്ലല്ലോ ഇപ്പോഴത്തെ വിഷയം. അപ്പൊ ഞാൻ പറഞ്ഞൊന്നും കേട്ടില്ലേ? ഇപ്പോഴത്തെ വിഷയം അത് തന്നെയാണ്. എന്റെ കൈ ഫ്രീ അല്ലായിരുന്നു അന്നേരം, അതുകൊണ്ട് ഇട്ട് കൊടുക്കാൻ പറ്റിയില്ല. എന്ത് തിരക്കുണ്ടെങ്കിലും അമ്മ ചോദിച്ചാൽ നിനക്ക് ഒരു കപ്പ് ചായ ഇട്ട് കൊടുത്തുകൂടെ? അപ്പൊ ഉള്ളതൊക്കെ പൊന്നാനിയന്റെ പേർക്കല്ലേ അമ്മ എഴുതി കൊടുത്തിരിക്കുന്നത്. അപ്പൊ അവന്റെ ഭാര്യ ഇട്ട് കൊടുക്കട്ടെ ചായയും കഞ്ഞിയും ഒക്കെ. പ്രശോഭേട്ട, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാ ആ ഉണ്ണിയേട്ടൻ വിൽപത്രത്തിന്റെ കാര്യം നിങ്ങളോട് പറഞ്ഞത്. അതുകൊണ്ട് എന്തായാലും അറിഞ്ഞേ പറ്റൂ. അതൊക്കെ ശരി. ഈ വിൽപത്രവും ചായയും തമ്മിൽ എന്താ ബന്ധം? ബന്ധമുണ്ടെന്ന്. അണ്ണ കരയണ കുഞ്ഞിനെ ചായയുള്ളൂ, അല്ല പാലുള്ളൂ. അണ്ണ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നോണ്ടാണ് മൂത്തണ്ണന്റെ പേരിൽ എല്ലാം എഴുതി വെച്ചു കൊടുക്കുന്നത്. പാവോ മാനേജർ. അയാൾക്ക് നമ്മുടെ കുറച്ച് സ്നേഹമുണ്ട്, നമ്മുടെ ഇതൊക്കെ വന്ന് പറയാന്നെ. അതൊക്കെ പോട്ടെ. അമ്മ ഒരു ചായ ചോദിച്ചപ്പം ഇയാള് പറഞ്ഞ മറുപടി മോശമായി പോയി. അയ്യോ ലക്ഷ്മി ചേച്ചിയെ ഒന്ന് ആജ്ഞാപിക്കുന്നത് പോലെയാണ് ഒന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞു എനിക്ക് എന്റെ പണിയല്ല ചായ ഇടുന്നേന്ന്. അതിനിപ്പോ എന്തിനാണ് കുഴപ്പം? ഞാനേ ഈ വിൽപത്രത്തിനെ പറ്റി കേട്ടിട്ട് മാത്രമേ ഉള്ളൂ, പ്രത്യേകിച്ച് അറിവൊന്നും എനിക്കില്ല കേട്ടോ. അണ്ണ ഈ വിൽപത്രം എന്ന് പറയുന്നതേ കേട്ടറിവിനേക്കാളും സത്യമാണ്. അറിയാമോ? രണ്ടാമക്കളില്ലേ, ആ രണ്ടാമക്കൾക്ക് ഒരുപോലെ എഴുതി കൊടുത്ത എന്താണ് പ്രശ്നം? എന്താണ് പ്രശ്നം? അവസാന കാലത്ത് ഒരു തുള്ളി വെള്ളം അമ്മയ്ക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ മൂത്ത മരുമോള് തന്നെ ഉണ്ടാവണം എന്നുള്ളത് അമ്മയും ചിന്തിക്കണമായിരുന്നു. ഓഹോ, അപ്പൊ തുല്യമായിട്ട് ഭാഗിച്ചില്ലെങ്കിൽ നീ അമ്മയെ നോക്കൂല, ഒരു തുള്ളി വെള്ളം കൊടുക്കൂല അല്ലേ? നോക്കൂലെന്ന് ആരെങ്കിലും പറഞ്ഞാ? അണ്ണൻ പോലും അടുത്ത് കാണൂല, അവസാനം ഞാനേ കാണുള്ളൂ. കുടുംബ സ്വത്ത് വീതം വെക്കുമ്പോ ഒരാൾക്ക് കുറവ് ഒരാൾക്ക് കൂടുതൽ, അതെന്തോ ന്യായം? അണ്ണ ഇളയ മോനല്ലേ, അപ്പൊ അണ്ണന് അമ്മയുടെ ധൈര്യമായിട്ട് ചോദിക്കാം വിൽപത്രത്തെ പറ്റി. ഇത്രേ ഞാനും പറഞ്ഞുള്ളൂ. വിൽപത്രത്തില് എന്താ ഏതാ അമ്മ എഴുതി വെച്ചിരിക്കുന്നെന്നുള്ളതൊന്നും അറിയണം. ചന്ദ്രഹാസത്തില് അമ്മ കഴിഞ്ഞ പിന്നെ സ്ഥാനം പ്രശോഭേട്ടന് തന്നെയാ. അതുകൊണ്ട് പ്രശോഭേട്ടന് ധൈര്യമായിട്ട് ചോദിക്കാം. എന്താ ഒന്നും മിണ്ടാത്തേ? നാളെ ആവട്ടെ സുരഭി, നിന്റെ മനസ്സമാധാനത്തിന് വേണ്ടി ഞാനത് ചോദിക്കാം. എന്റെയാ? എനിക്ക് വേണ്ടിയല്ല, അണ്ണന് വേണ്ടിന്ന് പറ. അണ്ണന് വേണ്ടിയിട്ടാണ് ചോദിക്കേണ്ടത്. അയ്യോ ഈശ്വര. ഓ, ഞാൻ ഇന്നലെ ചായ ഇട്ട് തന്നില്ലെന്ന് പറഞ്ഞു ഉടനെ പ്രതിഷേധത്ത് പോയി കംപ്ലൈന്റ് കൊടുത്തല്ലേ? അവനാര്? പോലീസോ കംപ്ലൈന്റ് ചെയ്യാനായിട്ട്? ഞാൻ വന്ന് കയറിയതേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ വിചാരിച്ച് ബാഗ് കൊണ്ട് വെച്ചിട്ട് ചായ ഇടാന്ന്. അയ്യോ, ബാഗ് കൊണ്ട് വെച്ച് സാരിയൊക്കെ മാറി ഒന്നും കൂടെ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് ഒരു ചായ ഇടുന്നു ഞാനുണ്ടോ അറിയുന്നു? ഉള്ള അമ്മച്ചിയെ ഒരു ചായ ചോദിച്ചപ്പോ രണ്ടെണ്ണത്തിന്റെ തനി ഗുണം ഞാൻ ഇന്നലെ കണ്ടു. എന്റെ കൃഷ്ണ, ഇതുകളിടയിലേ ഞാനെങ്ങാണ്ടും കിടപ്പായി പോയാ എന്താകും സ്ഥിതി? നീ തന്നെ കാത്തോടെ ഭഗവാനെ. ഞാൻ നോക്കിയില്ലെങ്കിലും അമ്മയുടെ മൂത്ത മോന്റെ ഭാര്യ ഉണ്ടല്ലോ, പൊന്നോടെ നോക്കിക്കോ. പൊന്നു പോലെ നോക്കും, എനിക്ക് സമ്മതം തന്നെയാ. പക്ഷെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം അമ്മയുടെ ഇളയ മോനോടല്ലേ. എന്റെ പൊന്നുമക്കളെ, നിങ്ങൾ രണ്ടുപേരും എന്നെ നോക്കണ്ട. എന്നെ ഞാൻ തന്നെ നോക്കിക്കോളാം. അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തു വെച്ചിരിക്കുക. കൃഷ്ണ, എന്റെ ദൈവമേ, ഓ നല്ല ഒരു ഫ്ലാറ്റ് ബുക്ക് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അവിടെ പോയി സുഖമായിട്ട് കഴിയും. എവിടെ? എന്താ മനുഷ്യന്റെ പേര്? കോരാ കിഴക്കേടം. കോരാ കിഴക്കേടം. അതെ, ഈ വൃദ്ധന്മാർക്ക് വേണ്ടി ഒരു വൃദ്ധസദനം പോലെ അദ്ദേഹം കുറച്ച് ഫ്ലാറ്റ് കെട്ടിയിട്ടുണ്ട്. ഭഗവാനെ, ഞാനും ഒരു ഫ്ലാറ്റ് അവിടെ ബുക്ക് ചെയ്തു. സ്വസ്ഥമായിട്ട് കഴിഞ്ഞോളാം. സൂപ്പർ ഫ്ലാറ്റ്. മുത്തോണം കണ്ടാ? അത് ഊഹിക്കാലോ അല്ലേ കൊച്ചമ്മ? കണ്ടതൊക്കെ ബഹുകരമായല്ലോ. അമ്മ എങ്ങോട്ടും പോകുന്നില്ല. വന്നാ ഇതോനെ അമ്മ
അമ്മയുടെ അവസാന കാലം വരെ ഞങ്ങൾ 2 മക്കളും അമ്മയുടെ കൂടെ തന്നെ ഉണ്ടാകും. പിന്നെ കോരാക്കിടക്കിട എന്ന നന്മമരത്തിന്റെ അയ്യോ കുഞ്ഞെ, നന്മമരമല്ല, നന്മ തൈ. എന്നാ നന്മ തൈയുടെ അക്കൗണ്ടിലേക്ക് അയച്ച പൈസയൊക്കെ ഉണ്ടല്ലോ, ഇനി തിരിച്ചു കിട്ടാനും പോകുന്നില്ല. എന്താ പള്ളി പെരുന്നാളിന്റെ ഇടയില് സ്വന്തം അമ്മയെ ഉപേക്ഷിച്ചിട്ട് പോകാൻ നോക്കിയ കോരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പത്രത്തിലുണ്ട്. പെറ്റ തള്ളയെ പള്ളിമുറ്റത്ത് ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞ മകൻ പോലീസ് പിടിയിൽ. കൊച്ചമ്മ, പെറ്റ തള്ളയെ ചിരിച്ചു തള്ളുന്നു ഇവിടെ 2 പേര്. എന്തൊക്കെ മഹാഭാവി, മഹാദുഷ്ടൻ എന്ന് പറഞ്ഞാൽ മഹാദുഷ്ടൻ. ഇവരടുത്തല്ലേ ഫ്ലാറ്റ് എന്തോ ബുക്ക് ചെയ്യാൻ പോണെന്ന് പറഞ്ഞു. ഞങ്ങൾ ചെയ്തോളാം. എന്റെ മക്കളെ പറഞ്ഞ കേട്ടല്ലോ, അവര് നോക്കിക്കോളാം. ചിരിക്കല്ലേ ചിരിക്കല്ലേ, ഒരുപാട് ചിരിക്കല്ലേ. അയ്യോ ഇതൊക്കെ എന്റെ കൃഷ്ണ, എന്തൊക്കെ നടക്കുന്നോ എന്തോ ഈ ലോകത്ത്.